ാണ്. അപ്പൊ ആത്മീയ ലോകമൊന്ന് വേറെ, ശാരീരിക ലോകമൊന്ന് വേറെ. ലോകങ്ങൾ പലതാണ്. ഇനി സഹോദരന്മാരെ, ഉറക്കിന്റെ ലോകമുണ്ട്, ഉറക്കിന്റെ ലോകമുണ്ട്. അതൊരു ചെറിയ ലോകമല്ല. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉറക്കിലല്ലേ നിർദ്ദേശം ലഭിക്കുന്നത്? അതേ, മകനെ അറുക്കണമെന്ന്. ഉറക്കിന്റെ ലോകം വലിയ ലോകമാണ്. അല്ലാഹുവിങ്കൽ അമ്പിയാക്കൾക്ക് ഒരുപാട് വഹീകൾ ഉറക്കിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഔലിയാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ശരീഅത്തിന് അനുകൂലമായ നിലക്ക് ഉറക്കിൽ വിവരം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ വിവരമില്ലാത്തവർ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. മക്കളെ, ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട നിയമങ്ങൾ എന്താണോ അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ലോകത്തെത്തിച്ചു കൊടുത്തവരാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ കേട്ടു. അതുപോലെ ഇമാം അശ്അരി, ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഇമാമികൾ കേട്ടു. ആ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചതിനെതിരായി ഒരു വലിയ പടച്ചറബിന്റെ ഭാഗത്ത് നിന്ന് സ്വപ്നം കാണൂല കേട്ടോ. ഖുർആനിനെതിരായൊരു സ്വപ്നം അല്ലാഹു കൊടുക്കൂല, ഹദീസിനെതിരായൊരു സ്വപ്നം അല്ലാഹു കൊടുക്കൂല. ഇമാമികൾ മുഴുവനും പറഞ്ഞതിനെതിരെ ഒരു സ്വപ്നവും ഒരു വലിയനും അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ഔലിയാക്കള് സ്വപ്നത്തിൽ വിവരം കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരെ, മതത്തിന്റെ നിയമങ്ങൾക്കെതിരെ, ഇമാമിങ്ങൾ എഴുതി വെച്ച നിയമങ്ങൾക്കെതിരെ ഏതെങ്കിലും കള്ളത്തരീഖത്തിന്റെ ശൈഖന്മാര് എനിക്ക് ഉറക്കിലുള്ള നിർദ്ദേശമാണെന്ന് പറഞ്ഞാൽ അത് ശൈത്താന്റെ നിർദ്ദേശമാണ് കേട്ടോ. അത് അല്ലാഹുവിന്റെ നിർദ്ദേശമല്ല. ഇതിലും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഉറക്കിന്റെ ലോകം വലിയ ലോകമാണ്. ആ ഉറക്കെന്ന് പറയുന്നത് അത്ഭുതമാണ്, അല്ലേ? നോക്കൂ, നിങ്ങൾ ഉറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ വന്നത്? ഉറക്കൂക്കിയില്ലേ? ഉറങ്ങണമെങ്കിൽ പിന്നെ വീട്ടിൽ കിടന്നുറങ്ങൂലേ? അപ്പൊ ഉറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടേ വന്നത്. പക്ഷേ അവൻ അറിയാതെ ഉറക്കം വന്നു. അവൻ അറിയാതെ ഉറക്കം വന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡന്റ് ആയിപ്പോയി. കാരണം ഉറക്ക് തൂക്കിപ്പോയി. ഉറങ്ങണം വിചാരിച്ചിട്ട് വണ്ടി ഓടിച്ചത് അല്ല, അല്ലാഹു കാക്കട്ടെ. അപ്പോഴെന്താണ്? ഉറക്ക് നിന്റെ നിയന്ത്രണത്തിലല്ല, അത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇനി നീ നോക്കൂ, ഉറങ്ങണമെന്ന് വിചാരിച്ച് കിടന്നു, ഉറക്കം വരുന്നില്ല. ചിലർ പറഞ്ഞു എത്ര ഞാൻ ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല. എന്തേ വരാത്തത്? ക്ഷണിക്കാഞ്ഞിട്ടാണോ? കത്ത് ഇടാഞ്ഞിട്ടാണോ? അല്ല, പിന്നെ ടെലിഫോൺ കിട്ടാഞ്ഞിട്ടാണോ എന്തേ വരാത്തത്? അതേ, അള്ള കൊടുക്കാതെ ആർക്കാണോ ഉറക്കം വരുന്നത്? അള്ള കൊടുക്കാതെ ഉറക്കം സമ്പാദിക്കാൻ ആർക്കാണോ കഴിയുന്നത്? റബ്ബുൽ ആലമീനായ അല്ലാഹു തആല ഉറക്കിന്റെ ലോകത്തേക്ക് നിന്നെ കൊണ്ടുപോകാതെ ഉറങ്ങാൻ കഴിയില്ലടോ. ഇനി നീ ഒന്ന് ചിന്തിക്കൂ, നീ ഉദ്ദേശിക്കാതെ നീ ഉറങ്ങിപ്പോകുമടോ. റബ്ബുൽ ആലമീൻ അവനല്ലേ ഉറക്കം കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ആ ഉറക്കിനെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കൂ. ഉറക്കിൽ നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? സ്വപ്നം കാണുകയാണ്. കണ്ടതല്ലേ? പത്രം വായിച്ചതല്ലേ? ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. 10-16 കൊല്ലമായി മക്കളില്ലാതിരുന്നു. അൽഹംദുലില്ലാഹ് സിറാജുലേക്ക് നേർച്ച ചെയ്തു. ഞാൻ ദിക്റും പറഞ്ഞു കൊടുത്തിരുന്നു. കുട്ടിയുണ്ടായി. അദ്ദേഹം നാട്ടിൽ വന്നു. എന്നെ സമീപത്ത് ആ ഒരു സന്തോഷം പറയാൻ വേണ്ടി മാത്രം വന്നൊരു വ്യക്തി 2 മണിക്കൂർ മുമ്പ് വിളിച്ചു. ശരീഫ് സഖാഫിയാനോട് വിവരം പറഞ്ഞത്. അദ്ദേഹം വിളിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം കിടന്നുറങ്ങുമ്പോ സ്വപ്നം കണ്ടിട്ട് വിളിച്ചതാണ് പോലും. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വപ്നം നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അല്ലാഹു കൊടുക്കുന്നതല്ലേ? പക്ഷെ എന്നെ അദ്ദേഹം സ്വപ്നം കണ്ടു. പക്ഷെ ഞാൻ ആ വിവരം അറിഞ്ഞിട്ടില്ല, ഞാനൊട്ടങ്ങ് പോയിട്ടുമില്ല. നിങ്ങൾ ഓർക്കണം, സ്വപ്നം കാണുന്നു അദ്ദേഹം കണ്ടതല്ലേ? കണ്ടത് മാത്രമല്ല, വേറൊരാൾ വന്നിട്ട് ഇതിനോട് വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു സ്വപ്നം കണ്ടു എന്നാണ്. നമ്മൾ ആ വിവരം അറിയുന്നില്ല. സ്വപ്നത്തിന്റെ ലോകം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവല്ലേ? എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സ്വപ്നത്തിൽ അതാ പത്രം വായിക്കുന്നു. ആയി കണ്ണട വെക്കാതെ പത്രം വായിക്കാൻ കഴിയാത്ത ആ വയസ്സായ മനുഷ്യൻ, അല്ലെങ്കിൽ വലിയ വയസ്സൊന്നും വേണ്ട എന്നെ പോലത്തെ ഒരു മനുഷ്യൻ കണ്ണട വെക്കാതെ വായിക്കാൻ കഴിയില്ല. പക്ഷേ ഉറക്കിലതായ അയാള് സിറാജ് പത്രം ഇങ്ങനെ നിവർത്തി വായിക്കുന്നു. അദ്ദേഹമോ നോക്കുമ്പോൾ കണ്ണട വെച്ചിട്ടില്ല. മാത്രമല്ല, കണ്ണ് നന്നായി ചിമ്മിയിട്ടുമുണ്ട്. ഇതൊരു സിറാജ് പത്രം മാത്രമല്ല കേട്ടോ, അത് മനോരമയായാലും മാതൃഭൂമിയായാലും മറ്റേത് പത്രമായാലും സഹോദരന്മാരെ, കണ്ണട വെക്കാതെ ഉറക്കിൽ വായിക്കുന്നില്ലേ മനുഷ്യൻ? എന്തേ? സാധാരണ നിനക്ക് കണ്ണ് തുറന്നാൽ തന്നെ കാണാത്ത മനുഷ്യൻ കണ്ണട വെക്കാതെ കണ്ണും ചിമ്മിയിട്ട് വായിക്കുകയാണ്. വായിച്ചതൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ട്.
വായിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ പറ്റുമോ? കാരണം അയാൾക്ക് ഇപ്പം വായിച്ചത് ഓർമ്മയുണ്ടല്ലോ, പിന്നെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ ഓർക്കണം, അതേ ആ ഉറക്കിലുള്ള കാഴ്ചയൊന്ന് വേറെയല്ലേ, ഉറക്കിലുള്ള കേൾവിയൊന്ന് വേറെയല്ലേ? അല്ലേ? നിങ്ങൾ നോക്കൂ, ഭാര്യയും ഭർത്താവും ഒന്നായി എയർ കണ്ടീഷനുള്ള റൂമിൽ ഒരു പൊടിപടം പോലും കയറാത്ത റൂമിൽ കിടന്നുറങ്ങുന്നു. അതേ ഭർത്താവ് പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു, ഹോ എന്ന് പറഞ്ഞ് ഉറക്ക ഞെട്ടിയിട്ട് ശബ്ദിക്കുന്നു. ശബ്ദിക്കുമ്പോ ഭാര്യ ശബ്ദിക്കല്ല, നിങ്ങളിങ്ങനെ ശബ്ദം എടുത്താൽ മക്കൾ വിചാരിക്കില്ലേ ഞാൻ എന്തോ ചെയ്തു? ഇല്ല, നീ ചെയ്തോന്നുള്ള പിന്നെ എന്നെക്കൊള്ള ഒരു പാമ്പ് വന്നു, അല്ലെങ്കിൽ ആന വന്നു. എന്ത് ആന? ഈ റൂമിന്റെ ഉള്ളിൽ ഉയ്യാന വരും കയറാത്ത റൂമിന്റെ ഉള്ളിൽ എന്താന? പക്ഷെ ഇയാൾക്ക് പിറക്കാണ്, ഇയാൾ കണ്ടതല്ലേ. കൂടെ കിടന്നവള് കണ്ടില്ല, കൂടെ ഇരുന്നവർ കണ്ടില്ല. അല്ലേ? എന്തിനാണ് അല്ലാഹു ഇത് വെച്ചത്? മോനെ, ഖബറിലില്ലേ നിനക്കൊരു ലോകം. ആ ഖബർ തുറന്നു നോക്കുമ്പോ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷിക്കപ്പെടുന്നതൊന്നും നമ്മൾ കാണുന്നില്ല, പക്ഷേ ഖബറിൽ കിടക്കുന്നവൻ അനുഭവിക്കുന്നില്ലേ? ഖബറിൽ കിടക്കുന്നവൻ സുഖവും ദുഃഖവും അനുഭവിക്കുന്നില്ലേ? അതിന് നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തരാം. റബ്ബുൽ ആലമീനായ അല്ലാഹു തആല നിങ്ങൾ ആത്മീയമായി വളർത്താൻ വേണ്ടി വെച്ചതല്ലേ? ഉറക്കിലെ സ്വപ്നം, സ്വപ്നത്തിന്റെ ലോകമില്ലേ? എന്തെല്ലാം ലോകങ്ങളാണ് സഹോദരന്മാരെ. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാരി വബ്തിഗാഉകും മിൻ ഫദ്ലിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിലെല്ലാം പാഠങ്ങളുണ്ട് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ ലോകങ്ങൾ, ധാരാളം ലോകങ്ങളുണ്ട്. എല്ലാ ലോകത്തിന്റെയും റബ്ബാണ് അല്ലാഹു ജല്ല ജലാലുഹു. ആ റബ്ബിനെ പരിചയപ്പെടുത്താനാണ്, ആ റബ്ബിലേക്ക് വിളിക്കാനാണ് അമ്പിയാക്കളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ. അതേ അല്ലാഹു തആല ഹയ്യാണ്, അവനൊരിക്കലും തന്നെ ജീവനില്ലാത്തവനല്ല. അവൻ ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. നിങ്ങളുടെ കീഴ്പ്പെടൽ പൂർണ്ണമായി പടച്ചവനെ തനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും. അത് പറഞ്ഞ ഉടനെ റബ്ബ് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് കേട്ടോ.